എനിക്കുണ്ടോ കുഞ്ഞേ ദുഃഖം വേറെ, നിനക്കില്ലാത്തതാം വിശപ്പും ദാഹവും. അരികിലുണ്ടു ഞാൻ ഒപ്പം നടക്കുവാൻ, നടവഴി നെടുകെ പിളർന്നീടിലും. ആരെങ്കിലും ഒപ്പമുണ്ടാകും എന്ന സങ്കല്പവും സ്വപ്നവുമാണ് മനുഷ്യജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഒപ്പമുണ്ട് അറിവിൻ്റെ ഈ വീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. പതിവ് പോലെ ഈ വിജ്ഞാനയാത്രയിൽ നമുക്കൊപ്പമുണ്ട് രേഖ മേനോൻ. ഗുഡ് ഈവനിങ്. Good evening. ആൻഡ് അവർ IT ഗൈഡ് ശില്പ. ഹായ്. Hi. ഈ ദിവസം ആദ്യം മത്സരിക്കാനെത്തുന്ന അതിഥിക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ആരാണ് ആ അതിഥി എന്നറിയാൻ നമുക്ക് ഈ പ്രൊഫൈൽ കാണാം. ഞാൻ MR ജയഗീത, കവയത്രിയാണ്. ഒപ്പം ചെറുകഥകൾ എഴുതാറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഇപ്പോൾ 4 സിനിമകളിൽ ഗാനങ്ങൾ രചിച്ചു. ഇങ്ങനെ എഴുത്ത് ലോകത്തും കവിതയുടെ ലോകത്തും ഒപ്പം തന്നെ പ്രഭാഷണങ്ങളുടെ ലോകത്തും ഒക്കെ കഴിയുമ്പോഴും ഞാൻ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ, കൊല്ലത്തെ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ റിസർച്ച് ഓഫീസറായി ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റാണ്, ആർ ശിവപ്രസാദ്. കൊല്ലത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, അഭിരാമി, അരുന്ധതി. രണ്ടുപേരും കൊല്ലം കേന്ദ്രീയ വിദ്യാലയയിൽ പഠിക്കുന്നു. എഴുത്തിൻ്റെ ലോകത്ത് ആത്മസംതൃപ്തി നേടുന്ന ഞാൻ ഒപ്പം ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയും എനിക്ക് കിട്ടുന്ന, പ്രേക്ഷകരോട് സംവദിക്കാൻ കിട്ടുന്ന സമയം, ഒപ്പം ഇത്തരം പ്രതിഭാശാലികളുമായി പരിചയപ്പെടാൻ കിട്ടുന്ന അവസരം ഒക്കെ ആയിട്ടാണ് ഞാൻ അശ്വമേധത്തെ കാണുന്നത്. വലിയ സന്തോഷമുണ്ട് ഈ പുതിയ വർഷത്തിൽ അശ്വമേധത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഒപ്പം കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും, അശ്വമേധം പരിപാടിയുടെ എല്ലാ പ്രേക്ഷകർക്കും വലിയ നന്മയുടെ, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു വർഷം കൂടി ആശംസിക്കുന്നു. യെസ്, ഇറ്റ്സ് ഷീ, ശ്രീമതി MR ജയഗീത. പ്ലീസ് വാക്ക് ഇൻ. സോ ജയഗീത, സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. എഴുത്തൊക്കെ നന്നായി പോകുന്നു? നന്നായി പോകുന്നു. മറ്റ് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നു. പ്രസംഗങ്ങളൊക്കെ ഉണ്ട് നിറയെ. അശ്വമേധത്തിന്റെ അതിഥിയായി ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് പങ്കുവയ്ക്കാം. അതിനു മുൻപ് ആരംഭിക്കാം അശ്വമേധത്തിന്റെ ആദ്യ മേഖല. സോ ശ്രീമതി ജയഗീത, അശ്വമേധം കാണാറുണ്ട്? കാണാറുണ്ട്. പണ്ട് തൊട്ടേ കാണാറുണ്ടോ അതോ? പണ്ടും കാണാറുണ്ട്, ഇപ്പോഴും കാണാം. രേഖ, ശ്രീമതി ജയഗീത വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു? തീർച്ചയായിട്ടും. ജയഗീതയെ സഹായിക്കാൻ ശില്പ തയ്യാറാണ്? ഇരിക്കാം. സോ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി വിശദമായി പറയൂ. നന്നായി പോകുന്നു. ഇപ്പോൾ പുതുതായി സിനിമയിൽ ഗാനങ്ങൾ എഴുതുന്നുണ്ട്. 4 സിനിമയിൽ എഴുതി. ഏതിലൊക്കെയാണ്? തുടക്കം രാജസേനന്റെ വൂണ്ട് എന്ന സിനിമയിലായിരുന്നു. അതിൽ രാഗേന്ദു പോകയായി എന്ന ഗാനം MJ ചിത്രൻ എന്ന സംഗീത സംവിധായകൻ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ്. അദ്ദേഹം സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടി ആ ഗാനം. ജയചിത്രൻ തന്നെ പാടി? അതെ. ആ പാട്ടിലാണ് തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ മിഴുതുറക്കൂ എന്ന സിനിമ. അത് നമുക്ക് സാഹിത്യ മേഖലയിൽ ഏറ്റവും മിഴുതുറക്കൂ, എനിക്ക് തോന്നുന്നു കുമാരനാശാന്റെ ദുരവസ്ഥയെ ആധാരമാക്കി. അതെ. അതിൽ 2 പാട്ടുകൾ എഴുതി. അതിനുശേഷം ഇപ്പോൾ വർഷം, മമ്മൂട്ടിയുടെ വർഷത്തിൽ ഒരു ഗാനം, കൂട്ടുതേടി വന്നൊരാ കുഞ്ഞിളം കാട്ടി, സച്ചിൻ വാര്യർ പാടി, ബിജിബാലിൻ്റെ മ്യൂസിക്. പാട്ടെഴുത്തിലാണ് ഇപ്പോൾ രണ്ടുമുണ്ട്, കവിതയുണ്ട്, പാട്ടുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പിന്നെ ജോലി എല്ലാം ഉണ്ട്. ഒരു 4 വരി കവിത ഞാനിപ്പോൾ ഏറ്റവും അവസാനം എഴുതി, എനിക്ക് മുഴുവൻ ഓർമ്മയില്ല, 4 വരി മുഴുവൻ ചൊല്ലാനുള്ള സമയമില്ലല്ലോ. ആ കവിതയ്ക്കുള്ള പ്രത്യേകത ക്രിസ്മസിൻ്റെ ആ സമയത്താണ്. ക്രിസ്മസിൻ്റെ തലേദിവസം എഴുതിയ കവിതയാണ്. നമുക്ക് ഒരു അടിക്കുന്നവന് രണ്ടാമത്തെ കരണം കാണിച്ചു കൊടുക്കണമെന്നാണല്ലോ. അതൊരു പ്രത്യേക ഫിലോസഫിയാണ്. കാരണം ഒരടി കൊള്ളുമ്പോൾ ശത്രുവിൻ്റെ മുന്നിലേക്ക് മറ്റു കവിൾ കാണിക്കുമ്പോൾ, പണ്ടങ്ങനെ നമുക്ക് ആശിക്കാമായിരുന്നു, മറുകവിൾ കാണുമ്പോൾ അടി നിർത്തും എന്ന്. പക്ഷേ ഇന്ന് 2 കവിളത്തും മാറി മാറി അടിച്ചാലും വീണ്ടും നിർത്താതെ അടിക്കുന്ന മനുഷ്യരുള്ള
കാലമാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം, മറുകരണത്തും അടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? മൂന്നാം കവിൾ എന്നാണ് കവിതയുടെ പേര്. ഇതാണ് അതിൻ്റെ ആശയം. പണ്ട് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോൾ അന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞു. മറിയം വന്ന് പാദം കഴുകിയ കഥ. അതെ. പക്ഷെ ഇന്ന് കണ്ണുകൾ പോലും ഇല്ല, ചൂഴ്ന്നെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇക്കാലത്ത്. അതുപോലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലം. പെഷവാറിലടക്കം എത്രയോ കുഞ്ഞുങ്ങൾ കലാപങ്ങളിലും യുദ്ധങ്ങളിലും മനുഷ്യരാണ് കൊല ചെയ്യപ്പെടുന്നത്. പണ്ടൊക്കെ പട്ടാളക്കാരൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് നിസ്സഹായരായ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. കവിത ഇതെല്ലാം ഉണ്ട്, പക്ഷെ 4 വരി ചൊല്ലാം. അങ്ങല്ലോ ഒരു കവിൾ വേദന തന്നൊരാശത്രുവിന് മറുകവിൾ പ്രതിരോധം തീർക്കുവാൻ എന്നെയായി ചൊല്ലി പഠിപ്പിച്ചതങ്ങല്ലയോ ദേവ. ഇന്നെൻ്റെ കവിളുകൾ രണ്ടിലും ക്രൂരമാം കൈവിരൽ പാടുകൾ തീർത്തൊരേ രോദനമുദ്രകൾ കാൺക നീ. ഇനി എനിക്കില്ലൊരു മൂന്നാം കവിൾ ദേവ, ഇനി എനിക്കില്ലൊരു മൂന്നാം കവിൾ ദേവ. ഇനി വരും ക്രൂരമാം പാപത്തിൻ കൈവിരൽ പാടുകൾ താങ്ങുവാൻ ഇല്ലെനിക്കിന്നൊരു മൂന്നാം കവിൾ. ഇങ്ങനെ പോകുന്നു. ഒന്നാം കരണത്തടിക്കുമ്പോൾ രണ്ടാം കരണം കാണിച്ചു കൊടുക്കണം, രണ്ടാം കരണത്തടിച്ചു അടി കൊള്ളുമ്പോൾ തിരികെ കരണത്തടിക്കണം. അങ്ങനെയുമുണ്ട് ഒരു തത്വശാസ്ത്രം, അല്ലേ? അതാണ് യഥാർത്ഥ പ്രതിരോധത്തിന്റെ തത്വശാസ്ത്രം. നന്നായി ഗാനങ്ങൾ എഴുതുന്ന ജയഗീതയോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ ഈ വിജയഗീതത്തിലേക്ക്. യാഗം. ജയഗീത വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യയുമായി എന്തെങ്കിലും ബന്ധം? ഇല്ല. ഏഷ്യൻ. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ അവരുടെ പ്രധാന മേഖല? അതെ. ജയഗീത ആയതുകൊണ്ട് സാഹിത്യം? അതെ. 1900 ശേഷം മരണം? അല്ല. അതിനു മുൻപ് മരിച്ചു? അതെ. 1900 മുൻപ് മരിച്ചു? അതെ. പുരുഷനല്ലെന്നല്ലേ പറയുന്നത്? സ്ത്രീയാണ്. കവയിത്രിയായിരുന്നു? അതെ. ഖലിൽ ജിബ്രാനുമായി അടുപ്പം ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ മേസിയാഥ അല്ല. ചൈന, ജപ്പാൻ, കൊറിയ ഇവയിലൊന്നാണോ രാജ്യം? അതെ. ചൈനീസ് കവയിത്രിയാണോ? അല്ല. പ്രശസ്തരായ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. കവിത തന്നെ ആയിരുന്നോ പ്രധാനം? അതെ. 1800 ശേഷം മരണം? അല്ല. പേരിൽ 2 അക്ഷരം അല്ലേ? അല്ല. 2 അക്ഷരത്തിലുള്ള പേരാണെന്നാണോ? അല്ല. 1500 ശേഷം മരണം? അല്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു. ആ പുരാതന ജാപ്പനീസ് കവയിത്രി പറയൂ, ആരാണ് ജയിക്കുക? Congratulations. You have won ₹5,000 from the real prize. ഓനോ നോ കൊമാച്ചി എന്നാണ് കവയിത്രിയുടെ പേര്. ജാപ്പനീസ് കൊമാച്ചി. KOMACHI. ഓനോനോ കൊമാച്ചി. ഓനോനോ കോമാച്ചി AD 825 AD 900 ഇടയിൽ ജീവിച്ചിരുന്ന ജാപ്പനീസ് കവയിത്രിയാണ് ഓനോനോ കോമാച്ചി.
അതീവ സൗന്ദര്യത്തിനുടമയായിരുന്ന അവർ തന്റെ പ്രണയ കവിതകൾ കൊണ്ട് പ്രശസ്തയാണ്. കോമാച്ചിയുടെ ജനനവും മരണവും സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. തന്റെ സൗന്ദര്യം കൊണ്ട് ഒരുപാട് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിച്ച കോമാച്ചി ഒടുവിൽ തന്റെ വാർദ്ധക്യത്തിൽ ഒരു യാചകയായി തെരുവിലാണ് ജീവിതം തള്ളി നീക്കിയത്. ജപ്പാൻ സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കോമാച്ചിയെ ഇന്നും ആദരിക്കുന്നു. അവരെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ 6 പോയറ്റ് ജാപ്പനീസ് ഏൻഷ്യന്റ് പോയറ്റ്സിൽ 6 പേരിൽ ഉൾപ്പെടുന്ന ഒരു കവയിത്രിയാണ്. അവരുടെ പ്രത്യേകത ഒന്ന്, അതീവ സുന്ദരിയായ ഒരു കവയിത്രിയായിരുന്നു. സൗന്ദര്യം കൊണ്ട് കവിതയൊപ്പം തന്നെ സൗന്ദര്യം കൊണ്ടുകൂടി പ്രശസ്തയായ ഒരു കവയിത്രിയാണ്. അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ അവരെ ഒരുപാട് പേർ, ആരാധകർ എന്നല്ല കാമുകന്മാരായിട്ട് പോലും ഒരുപാട് പേർ അവരെ കാമുകിയായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കവയിത്രി കൂടിയാണ്. ഒരുപാട് പ്രണയിതാക്കളുണ്ടായിരുന്നു. അതിൽ തന്നെ വലിയ നിഷ്കർഷകളുണ്ടായിരുന്നു. ഒരു കോർട്ടിയർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോർട്ടിയർ അയാളോട് പറഞ്ഞു 100 രാത്രികൾ എൻ്റെ ഒപ്പം അവരുടെ ഇഷ്ടം പോലെ, അതായത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവരോടൊപ്പം കഴിയുകയാണെങ്കിൽ മാത്രം പ്രണയിക്കാം. പക്ഷെ അയാൾ ഒരു രാത്രിയിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അയാൾ തിരസ്കൃതനാകുകയാണ്. പക്ഷെ അതേ തുടർന്ന് അദ്ദേഹം ആ മാനസിക പ്രയാസത്തിൽ മരണമടഞ്ഞു. പിന്നീട് അവർ അതിന് വളരെ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകത, കോമാച്ചി എന്ന വാക്ക് അതിൻ്റെ ജാപ്പനീസ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, കൊമാഷി എന്നായിരിക്കും. ആ വാക്ക് സൗന്ദര്യത്തിൻ്റെ പര്യായമായിട്ടാണ് ജാപ്പനീസ് ഭാഷയിൽ ജപ്പാൻകാർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പേരിൽ ട്രെയിൻ കൊമാച്ചി എന്ന പേരിൽ റെയിൽ ഉണ്ട്. 200 കിലോമീറ്ററോളം ഓടുന്ന ഒരു റെയിൽ ഗതാഗതം കൊമാച്ചി. പിന്നെ അവരുടെ പേരിൽ എന്തോ ഒരു ധാന്യത്തിന് റൈസാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അവസാനം അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അവരുടെ ചെറുപ്പമൊക്കെ പോയി വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവരുടെ സൗന്ദര്യമെല്ലാം നശിച്ചു. ആ നശിച്ചപ്പോൾ ഇതുപോലെ പ്രണയിതാക്കൾ ഉണ്ടായിരുന്നവരെല്ലാവരും അവരെ കൈവിടുകയാണ്. അവസാനം ഒരു ബെഗ്ഗറായിട്ട്, ഒരു ഭിക്ഷാടനം ചെയ്യുന്ന സ്ത്രീയായിട്ട് ജീവിക്കേണ്ടി വന്നു ആ കവയത്രിക്ക്. അപ്പോൾ നമ്മുടെ ഭൗതിക ആകർഷണീയതകളൊക്കെ എത്രത്തോളം അർത്ഥമില്ലാത്തതാണ് എന്നും അങ്ങനെയുമൊക്കെ വെറുതെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാസവദത്ത. അതെ അതെ, ജപ്പാനിലെ വാസവദത്ത എന്ന് പറയാം. മനോഹരം. ജപ്പാനിൽ 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒനോനോ കൊമാഷി പ്രണയിതാക്കളുടെ എണ്ണം കൊണ്ട് സമൃദ്ധയായിരുന്ന സുന്ദരി, ഒടുവിൽ തെരുവിൽ മരിക്കേണ്ടി വന്ന ഹതഭാഗ്യ. ലൗകികത നശ്വരമാണെന്നും അനശ്വരമായത് ജീവൽ ചേതനയാണെന്നും തിരിച്ചറിയിക്കാൻ കഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമ. ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ്. പ്രേക്ഷകരോടുള്ള എൻ്റെ ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇതാണ്: തെത്സുഓക കുറയോനഗിയുടെ ആദ്യത്തെ കൃതി ഏത്? ജയഗീത, അഭിനന്ദനങ്ങൾ. മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ റൗണ്ട് ജയഗീത വിജയിച്ചു. 2ാം റൗണ്ടിൽ ജയഗീത വിചാരിച്ച വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നു രേഖ? അംഗീകരിക്കുന്നു. യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? റെഡി. പ്ലീസ് ഇരിക്കൂ. തുടങ്ങാം. താങ്കൾ വിചാരിച്ചത് ഒരു പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ മേഖല? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? ചോദിക്കാം. ഇല്ല. ആ ഏരിയയിൽ അല്ല. So that is a lifeline. Yes. ശാസ്ത്രം, സാഹസികത, സഞ്ചാരം? എന്താണ്? ചോദിക്കണം. ശാസ്ത്രം അല്ല. ശാസ്ത്രം, സാഹസികത, സഞ്ചാരം അല്ല. ശാസ്ത്രം എന്നതിൽ സാമൂഹ്യ ശാസ്ത്രവും എല്ലാം ഉൾപ്പെടും കേട്ടോ. വിജ്ഞാനമാണ് മേഖല. അതെ. യൂറോപ്യൻ ആണെന്ന് പറഞ്ഞു. അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി? ബ്രിട്ടീഷ്? നോ. ഫ്രഞ്ച്? അല്ല.
AD-യിലാണോ മരിച്ചത്? അല്ല അല്ല. അല്ല. തത്വചിന്തകനായിരുന്നു. അതെ. അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും ഒക്കെ സമകാലികനായിരുന്നു. അതെ 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 അതെ. അദ്ദേഹം ഏതെങ്കിലും സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സിദ്ധാന്തം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ സിദ്ധാന്തത്തിന് നേരത്തെ നമ്മൾ സംസാരിച്ചു വന്ന ലൗകിക സുഖങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി. ടുഡേ ഈസ് ബിക്കോസ് യെസ്റ്റർഡേസ് ആർ ഗോൺ, ടുമോറോസ് ആർ നെവർ ബോൺ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. 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 യൂറിപ്പിഡീസ് അല്ല. അപ്പോ അല്ല. ഭൂമിക്ക് അടിയിൽ താമസിച്ചിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. ഡയോജനിസും അല്ല. അയ്യോ, ഡയോജനിസ് ആണോ? ഡയോജനിസ് ആണോ? അദ്ദേഹം ഡയോജനിസ് ഭൂമിക്കടിയിൽ ഒരു കുഴിയുണ്ടാക്കി, ഒരു മൺകുടം ഉണ്ടാക്കി. ആ മൺകുടത്തിനകത്ത് ഭൂമിക്കടിയിൽ ഒരു മൺകുടം കുഴിച്ചു വെച്ച് അതിനകത്ത് താമസിച്ചു. എനിക്കിതൊന്നും കാണണ്ട ഈ ലോകത്തിലെ ഒന്നിനെയും എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഭൂമിക്കടിയിലാണ്. അല്ലല്ല, മാർക്കറ്റ് പ്ലേസിൽ കുഴി കുഴിച്ച് അതിനടിയിൽ ഒരു മൺകുടം ഉണ്ടാക്കി ആ മൺകുടത്തിനകത്ത് ജീവിതം ജീവിച്ച ആളാണ് ഡയോജനിസ്. ഡയോജനിസിനെയാണ് വിചാരിച്ചത്. എന്തായാലും ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും ജയഗീത. വെരി ഗുഡ്. ഡയോജനസ് BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യവന ചിന്തകനായിരുന്നു ഡയോജനസ്. സ്വന്തം നഗരത്തിൽ നിന്നും നാടുകടത്തപ്പെട്ടതിനെ തുടർന്ന് ഏതൻസിലെത്തിയ ഇദ്ദേഹം ആന്റിസ്തെനീസിന്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായി. ദോഷദർശന സ്വഭാവത്തിന്റെ പ്രതീകമായ ഇദ്ദേഹത്തെ ചിത്തഭ്രമം ബാധിച്ച സോക്രട്ടീസ് എന്ന് പ്ലേറ്റോ വിശേഷിപ്പിച്ചിരുന്നു. വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്കാണ് ഡയോജനീസ് പ്രാധാന്യം കൽപ്പിച്ചത്. തന്റെ ആശയങ്ങളെ സാധൂകരിക്കുന്നതിനായി ശൈത്യകാലത്ത് ഇദ്ദേഹം പ്രതിമകളെ ആലിംഗനം ചെയ്യുകയും പകൽ സമയത്ത് വിളക്കു കത്തിച്ചുപിടിച്ച് തെരുവീഥികളിലൂടെ മനുഷ്യനെ തിരഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു. മനുഷ്യന്റെ ശോചനീയ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ദുഃഖപര്യവസായികളായ നിരവധി നാടകങ്ങൾ ഡയോജനീസ് രചിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഡയോജനസിനെ പ്രദീപ് സാർ ഓർക്കില്ല എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്, പിന്നെ ഒപ്പം ഇതേപോലൊരു വലിയ ആളിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് മത്സരിക്കുക എന്നുള്ള ആഗ്രഹത്തിലല്ലല്ലോ ഞാൻ വന്നത്. അങ്ങനെ ഒരു ചിന്ത ഡയോജനസിനെ പോലെ കുടത്തിനകത്തിറങ്ങി ജീവിച്ച ഒരാളിനെ പോലെ ജീവിക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല, അതല്ല. അദ്ദേഹം പകൽ വെളിച്ചത്തിൽ റാന്തലുമായി സഞ്ചരിച്ചു. അപ്പോൾ പലരും അതെ, നമ്മൾ അങ്ങനെ സത്യം അന്വേഷിക്കുന്നവരെ ഇവിടെ എങ്ങും ഓണസ്റ്റ് മാനെ കാണുന്നില്ല എന്നാണ് അദ്ദേഹം സത്യസന്ധത അന്വേഷിക്കുന്നത്. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. നമ്മളിപ്പോഴും പകൽ വെളിച്ചത്തിൽ പോലും, പണ്ട് നമ്മൾ പറയാറുണ്ട് പകൽ മാന്യന്മാരെന്ന്, പക്ഷെ ഇന്ന് പകൽ പോലും മാന്യന്മാരില്ല എന്ന് എല്ലാവരും അങ്ങനെയല്ല. എങ്കിൽ കൂടി ഈ ഒരു കാലത്ത് പകൽ വെളിച്ചത്തിൽ നമുക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പകൽ മാന്യന്മാരില്ലാത്തതാണോ അതോ പകലിന് തന്നെ മാന്യത നഷ്ടപ്പെട്ടതാണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അതെ. ശിൽപ പ്ലീസ്. Congratulations for your active participation. ഒപ്പം ജീവിതത്തിൽ തന്നെ ഒരുപാട് വിവാദങ്ങളിലും വാർത്തകളിലും ഇടപെടേണ്ടി വന്ന ജീവിതാനുഭവവും ജീവിത സാഹചര്യങ്ങളുമുണ്ട് ജയഗീത. അതിനെയെല്ലാം വളരെ നിസ്സാരമായി തൃണവൽഗണിക്കുകയും വളരെ ധീരമായി നേരിടുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ജയഗീത. സ്ത്രീത്വത്തിന്റെ കരുത്ത് എന്ത് എന്ന് തെളിയിച്ച ഒരാളാണ് ജയഗീത. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ അടുത്ത ചോദ്യം, ഗ്രീസ് എന്ന രാജ്യത്തിൽ നഗര രാഷ്ട്ര സങ്കല്പം ഉണ്ടാക്കിയത് ആരാണ്?